കേരളത്തിൽ ബിരുദ കോഴ്സുകൾക്ക് വിദ്യാർത്ഥികളെ കിട്ടുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപം നിലവിലുണ്ട്. വിദ്യാർത്ഥികളിൽ ക്ഷാമം അനുഭവപ്പെടുന്നു ബിരുദ കോഴ്സിന്. അത് കേരളത്തിലെ മുഴുവൻ യൂണിവേഴ്സിറ്റികളിലും ഉണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? ഇന്ന് ഗവർണർ തന്നെ, അതായത് സർവകലാശാലകളുടെ ചാൻസലറായ ഗവർണർ തന്നെ ബിസിമാരോട് പറഞ്ഞിരിക്കുന്നു, കുട്ടികൾ +2 കഴിഞ്ഞതിന് ശേഷം ബിരുദ പഠനത്തിന് കേരളത്തിലെ സർവകലാശാലകളിൽ കുട്ടികൾ ചേരുന്നില്ല. അതിന്റെ കാരണങ്ങളെക്കുറിച്ച് ശാസ്ത്രീയമായ ഒരു അന്വേഷണം നടത്തണമെന്ന് ബിസിമാരോട് വൈസ് ചാൻസലറോട് ബിസി തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇത് 2 വർഷം മുമ്പ് കേരളീയ ദർശനം ചൂണ്ടിക്കാട്ടിയ ഒരു വിഷയമാണ്. കേരളത്തിലെ വിവിധ കോഴ്സുകൾക്ക് വിദ്യാർത്ഥികളെ കിട്ടാത്ത ഒരു സാഹചര്യം വരാൻ പോകുന്നു, അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് 2 വർഷങ്ങൾക്ക് മുമ്പേ കേരളീയ ദർശന്റെ പത്രാധിപർ പ്രതികരിക്കുന്നു എന്ന പരിപാടിയിൽ പറഞ്ഞതാണ്. എന്തുകൊണ്ടാണ് ഈ ബിരുദ പഠനത്തിന് വിദ്യാർത്ഥികളെ കിട്ടാത്തത്? കാരണം +2 കഴിയുന്ന വിദ്യാർത്ഥികൾ കേരളത്തിൽ തങ്ങുന്നില്ല. അവർ മറ്റ് സംസ്ഥാനങ്ങളിലോ അതല്ലെങ്കിൽ മറ്റു രാഷ്ട്രങ്ങളിലോ ആണ് പോകുന്നത്. +1 പഠിക്കുമ്പോൾ തന്നെ വിദ്യാർത്ഥികളായാലും വിദ്യാർത്ഥിനികളായാലും അവരുടെ ലാപ്ടോപ്പിലൂടെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലൂടെ അതല്ലെങ്കിൽ മൊബൈലിലൂടെ അവർ വിദേശ സർവകലാശാലകളിലെ കോഴ്സുകൾ പഠിച്ചാലുണ്ടാകുന്ന ജോലി സാധ്യത, പഠിച്ചിറങ്ങിയാൽ ഉടനെ തന്നെ പ്ലേസ്മെന്റ്, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഭാഗികമായി തൊഴിൽ ചെയ്യാനുള്ള അവസരം, അങ്ങനെയെല്ലാം അവർക്ക് പണം സ്വന്തം കയ്യിലേക്ക് എത്തപ്പെടുന്ന ഒരു സാഹചര്യം വിദേശ യൂണിവേഴ്സിറ്റികളിലുണ്ട്. അതവര് മനഃപ്പാടമാക്കിയിട്ടാണ് വിദേശ +2 കഴിഞ്ഞ് പാസ്സായിട്ട് വിദേശ സർവകലാശാലകളിലേക്ക് ചേക്കേറുന്നത്. അവരെ ഉപദേശിക്കുന്നതിനോ നിർദ്ദേശിക്കുന്നതിനോ നിയന്ത്രിക്കുന്നതിനോ ഇന്നത്തെ രക്ഷകർത്താക്കൾക്ക് അവകാശമില്ല. ആ കുട്ടികളാണ് താൻ എവിടെ പഠിക്കണമെന്നും എവിടെയാണ് പോകേണ്ടതെന്നും ഒക്കെ തീരുമാനിക്കുന്നത്. ആ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കേരളത്തിന്റെ സംസ്കാരം മാറിക്കഴിഞ്ഞു. കേരളീയ സംസ്കാരം മുമ്പെല്ലാം കേരളീയർക്ക് കേരളീയരായ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു, മലയാള സംസ്കാരം ഉണ്ടായിരുന്നു. അതൊക്കെ എവിടെയോ പോയി അസ്തമിച്ചിരിക്കുന്നു. ഇന്ന് മലയാളം അക്ഷരങ്ങൾ കൂട്ടി വായിക്കാനോ കൂട്ടി എഴുതാനോ അറിയാവുന്ന വിദ്യാർത്ഥികൾ, +2 പാസ്സായ വിദ്യാർത്ഥികൾ ഒരു സർവേ നടത്തിയാൽ പോലും ബഹുഭൂരിപക്ഷം കുട്ടികൾക്കും മലയാളം കൂട്ടി വായിക്കാനോ കൂട്ടി എഴുതാനോ അറിഞ്ഞുകൂടാത്തവരാണ്. ഈ സാഹചര്യം എന്തുകൊണ്ട് കേരളത്തിൽ വന്നു? ഇടക്കാലത്ത് വന്ന പാശ്ചാത്യ സംസ്കാരം. ആ പാശ്ചാത്യ സംസ്കാരത്തിൽ എന്തൊക്കെയോ മേന്മ കണ്ടെത്തിയ നമ്മുടെ രക്ഷകർത്താക്കൾ, അവര് തന്റെ മക്കളെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ, ഇംഗ്ലീഷ് മാത്രം പഠിപ്പിക്കുന്ന സ്കൂളുകളിൽ, അയനൈറ്റ് സ്കൂളുകളിൽ, റെസിഡൻഷ്യൽ സ്കൂളുകളിലെല്ലാം അയച്ച് പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഇവിടെ മമ്മി ഡാഡി സംസ്കാരമൊക്കെ വന്നു കഴിഞ്ഞത്. കുട്ടികൾ വീട്ടിൽ മുറി ഇംഗ്ലീഷ് പറയുന്നത് കേൾക്കാൻ അച്ഛനും അമ്മയ്ക്കും മാത്രമല്ല അമ്മൂമ്മയ്ക്കും അപ്പൂപ്പനുമൊക്കെ താല്പര്യമായി തുടങ്ങി. അങ്ങനെ അവരെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലേക്ക് അറിഞ്ഞോ അറിയാതെയോ രക്ഷകർത്താക്കൾ തന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം കേരളത്തിലുണ്ടായി. അങ്ങനെ അവര് മലയാളത്തെ പൂർണ്ണമായും അവോയ്ഡ് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കേരളത്തിലെ വിദ്യാഭ്യാസ രീതി വിദ്യാർത്ഥികൾ മാറി. അവർ പാശ്ചാത്യ സംസ്കാരവുമായി ഇണങ്ങിച്ചേരാൻ തുടങ്ങി. പാശ്ചാത്യ രാഷ്ട്രങ്ങളിലെ സംസ്കാരം
അവിടെ സ്വതന്ത്രമായി ജീവിക്കാമെന്നുള്ള ഒരു തോന്നൽ, വിശ്വാസം. അങ്ങനെ ജീവിക്കാൻ ആ കുട്ടികൾ ഇഷ്ടപ്പെടുന്നു. അല്ലെങ്കിൽ ആ കുട്ടികളെ പാശ്ചാത്യ സംസ്കാരം, വെസ്റ്റേൺ കൾച്ചർ പ്രേരിപ്പിക്കുന്നു. അങ്ങനെയാണ് പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അതിനു മുമ്പ് തന്നെ പാശ്ചാത്യ രാഷ്ട്രങ്ങളിലെ അവിടുത്തെ സംസ്കാരം, അവിടുത്തെ ജീവിത രീതി, അവിടെ ഉള്ള സ്വാതന്ത്ര്യം, അവിടെയുള്ള ആൺ പെൺ ഇടപെടലുകൾ, ഇതെല്ലാം അവർ ഇഷ്ടപ്പെടാൻ തുടങ്ങി. അറിഞ്ഞോ അറിയാതെയോ അവർ ഇഷ്ടപ്പെടാൻ തുടങ്ങി. അതിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടത്തെക്കുറിച്ച് അവർക്ക് അറിവുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ആ നിലയിലേക്ക് അവർക്ക് അറിവ് കിട്ടിയാൽ പോലും അവർ ആ അറിവ് സ്വീകരിക്കാൻ തയ്യാറല്ല. അത് അവർക്ക് ഉപദേശിക്കാൻ രക്ഷകർത്താക്കളോ അധ്യാപകരോ തയ്യാറായില്ല. ആ സാഹചര്യത്തിലാണ് അവർ പൂർണ്ണമായും പാശ്ചാത്യ സംസ്കാരത്തിലേക്ക് വഴുതി വീണത്. അങ്ങനെയാണ് കേരളത്തിലെ പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾ വിദേശ സർവകലാശാലകളിലേക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോഴാണ് കേരളത്തിലെ സർവകലാശാലകളിൽ ബിരുദ കോഴ്സിനുള്ള സീറ്റുകൾ നിരവധി ഒഴിഞ്ഞു കിടക്കേണ്ടി വന്നു. ഇന്നും അത് തുടരുന്നു. ഇവിടെ മലയാളം സർവകലാശാല തുടങ്ങി. അന്ന് പലരും അതിനെ എതിർത്തു. മലയാളം പഠിപ്പിക്കുന്ന എല്ലാ സർവകലാശാലകളിലും എല്ലാ ക്ലാസ്സുകളിലും മലയാളം പഠിപ്പിക്കുന്നുണ്ട്. മലയാളം പ്രധാന വിഷയമായും മെയിനായും സെക്കൻഡ് ലാംഗ്വേജായും ഒക്കെ ഇവിടെ മലയാളം പഠിപ്പിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ മലയാളം യൂണിവേഴ്സിറ്റിയുടെ ആവശ്യം എന്താണ്? ആ മലയാളം യൂണിവേഴ്സിറ്റി അനുവദിച്ചു കൊടുത്തപ്പോൾ അതിന്റെ പ്രാഥമിക ചെലവുകൾക്കായി അനുവദിച്ചു കൊടുത്തത് 100 കോടി രൂപയാണ്. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ അത് അനുവദിച്ചു കൊടുത്തവർക്കും ഉത്തരമില്ല, അത് കൈപ്പറ്റിയവർക്കും ഉത്തരമില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണത്തിലേക്ക് ചുഴന്നു നോക്കിയാൽ അന്ന് ശ്രീ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആ സർക്കാരിന്റെ പെറ്റായിരുന്ന, ആ സർക്കാരിന്റെ വിശ്വസ്തനായിരുന്ന, പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായിരുന്ന അന്നത്തെ ചീഫ് സെക്രട്ടറി ശ്രീ കെ ജയകുമാർ IAS, അദ്ദേഹത്തെ വീണ്ടും കേരളത്തിലെ ഏതെങ്കിലും ഒരു പദവിയിൽ നിലനിർത്തണമെന്നുള്ള ശ്രീ ഉമ്മൻചാണ്ടിയുടെ ആഗ്രഹം. അങ്ങനെ അടുത്തുകൊണ്ട് പറ്റി പോകുന്ന പല ഉയർന്ന ഉദ്യോഗസ്ഥരെയും ചില പദവികൾ നൽകി സർക്കാരിന്റെ തണലായി നിർത്തുന്ന ഒരു സ്വഭാവം മുമ്പേ ഉണ്ട് കേരളത്തിൽ. അങ്ങനെയാണ് ശ്രീ കെ ജയകുമാറിനെ നിലനിർത്തുന്നതിന് വേണ്ടി എന്ന് ഒരുപക്ഷെ പറയാം മലയാളം സർവകലാശാല തുടങ്ങിയത്. അതിന്റെ പ്രഥമ DC ആയി ശ്രീ കെ ജയകുമാർ IAS നിയമിതനാകും. 100 കോടി രൂപ അദ്ദേഹം കൈപ്പറ്റുന്നു. ഈ 100 കോടി രൂപ എവിടെയാണ് ചെലവഴിച്ചെന്ന് ചോദിച്ചാൽ അതിന് കണക്കും സംക്രാന്തിയൊന്നുമില്ല. അന്ന് തന്നെ പലരും അതിനെ വിമർശിച്ചിരുന്നു. അന്ന് തിരുവനന്തപുരത്ത് തന്നെ മലയാളം യൂണിവേഴ്സിറ്റിയുടെ ആവശ്യമില്ലായ്മയും കുറിച്ച് ഒരു സെമിനാർ നടന്നു. ആ സെമിനാറിൽ സംസാരിച്ച ബഹുഭൂരിപക്ഷം പേരും മറ്റ് സംസ്ഥാനങ്ങളിലെ ഭാഷാ സർവകലാശാലകളെ വിലയിരുത്തിക്കൊണ്ടാണ് സംസാരിച്ചത്. തമിഴ് സർവകലാശാല, കന്നഡ സർവകലാശാല, തെലുങ്ക് സർവകലാശാല, ബംഗാളി സർവകലാശാല, പഞ്ചാബി സർവകലാശാല, അങ്ങനെ പല സർവകലാശാലകളിലും ഭാഷയുടെ അടിസ്ഥാനത്തിൽ സർവകലാശാല അനുവദിച്ച സർവകലാശാലകളെല്ലാം പരാജയമായിരുന്നെന്ന് വ്യക്തമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിരത്തിക്കൊണ്ടാണ് അന്ന് സംസാരിച്ച പലരും. അതുകൊണ്ട് കേരളത്തിൽ ഒരു മലയാളം സർവകലാശാല രൂപീകരിച്ചാൽ അതും പരാജയമായിരിക്കും എന്നായിരുന്നു ആ സെമിനാറിൽ പങ്കെടുത്ത ബഹുഭൂരിപക്ഷം പേരുടെയും വിലയിരുത്തൽ. എന്നാൽ സർക്കാരുണ്ടോ? അതെല്ലാം കേൾക്കുന്നു. സർക്കാർ മലയാളം സർവകലാശാല
രൂപീകരിച്ചു. ശ്രീ ജയകുമാറിനെ VC വൈസ് ചാൻസലറാക്കി 100 കോടി രൂപ കൊടുത്തു. നിരവധി നിയമനങ്ങൾ നടത്തി. അങ്ങനെ മലയാളം സർവകലാശാല കൊട്ടിക്കൊഴിച്ച് നടന്നു വരുമ്പോൾ മലയാളം പഠിക്കാൻ മലയാളം സർവകലാശാലയിൽ കുട്ടികളെ കിട്ടുന്നില്ല. ഇന്ന് മലയാളം സർവകലാശാലയിൽ മലയാളം പഠിക്കാൻ കുട്ടികളില്ല. അവിടുത്തെ നിവൃത്തികേട് കൊണ്ട് മറ്റ് വിഷയങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഹിസ്റ്ററിയും എക്കണോമിക്സും കൊമേഴ്സും പോലുള്ള വിഷയങ്ങളാണ് ഇന്നും മലയാളം സർവകലാശാലകളിൽ പഠിക്കുന്നത്. കാരണം അവിടെ മലയാളം പഠിക്കാൻ കുട്ടികൾ താല്പര്യപ്പെടുന്നില്ല. കാരണം മറ്റെല്ലാ സർവകലാശാലകളിലും മറ്റെല്ലാ കോളേജുകളിലും കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ കോളേജുകളിലും മലയാളമുണ്ട്. അതുകൊണ്ട് പ്രത്യേകം മലയാളം പഠിക്കാനായി ഒരു സർവകലാശാലയിൽ പോകേണ്ടുന്ന ആവശ്യകത വിദ്യാർത്ഥികൾ കാണുന്നില്ല. അതുകൊണ്ടാണ് മലയാളം സർവകലാശാല പരാജയമായി മാറിയത്. ഇന്നും അവിടെ ഒരു വിഷയത്തിനും ഉള്ള സീറ്റുകൾ പൂർണ്ണമായും നികത്തിയിട്ടില്ല. മലയാളത്തിന്റെ കാര്യം പറയാനില്ല. ഹിസ്റ്ററി ആയാലും പൊളിറ്റിക്സ് ആയാലും എക്കണോമിക്സ് ആയാലും കൊമേഴ്സ് ആയാലും അതുപോലുള്ള മറ്റേതെങ്കിലും സബ്ജക്റ്റ് ആയാലും അവിടെയൊക്കെ അനുവദിച്ചിട്ടുള്ള സീറ്റുകൾ ഒരിക്കലും ഫില്ലാവുന്നില്ല. അപ്പൊ ഇതെല്ലാം ചില പ്രത്യേക താല്പര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഇതെല്ലാം വിദ്യാഭ്യാസ മേഖലയിൽ പോലും കൈകടത്തുന്നത്. ആ ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്ന വിദ്യാർത്ഥികള് +2 കഴിഞ്ഞുടൻ വിദേശങ്ങളിലേക്ക് പോകുന്നു, കേരളത്തിൽ തങ്ങുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് ശാസ്ത്രീയമായി പഠിക്കണമെന്നാണ് VC-മാരോട് ചാൻസലർ കൂടിയായ ഗവർണർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇനിയെങ്കിലും വിദ്യാർത്ഥികളെ ഇവിടെ +2 കഴിയുന്ന വിദ്യാർത്ഥികളെ ഇവിടെ തന്നെ പഠിക്കുന്നതിന് അവരെ പ്രേരിപ്പിക്കുകയും അതിനു വേണ്ടുന്ന സംവിധാനങ്ങൾ ഒരുക്കുകയും ഇവിടെ പഠിച്ചാലും ജോലി ലഭിക്കും, പക്ഷെ വിദേശത്ത് കിട്ടുന്ന അത്രയും പ്രതിഫലം സാലറി ശമ്പളം ഇവിടെ കിട്ടില്ല എന്നു മാത്രം. ഇവിടെ BSc നഴ്സിംഗ് പാസ്സായ ആൾക്കാരെ കിട്ടാനില്ല, വെറ്ററിനറി സയൻസ് പാസ്സായ ആൾക്കാരെ കിട്ടാനില്ല, അതുപോലുള്ള അഗ്രികൾച്ചർ BSc പാസ്സായവരെ കിട്ടാനില്ല. അതുപോലെ പല കോഴ്സുകളും പാസ്സായിട്ട് അവരെ ആ കോഴ്സുമായി ബന്ധപ്പെട്ട നിയമനങ്ങളെല്ലാം മുടങ്ങിക്കിടക്കുകയാണ്. ഇതൊന്നും ആരും തിരിച്ചറിയുന്നില്ല. ഇതൊന്നും പ്രൊഫഷണൽ കോഴ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിലേക്ക് ചെന്നെത്തിക്കാൻ ആരും ശ്രമിക്കുന്നില്ല. അതുകൊണ്ട് ഗവർണറുടെ നിർദ്ദേശം കുട്ടികൾ ഇവിടെ പഠിക്കുന്നില്ല, വിദേശങ്ങളിലേക്ക് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അവർ ചേക്കേറുന്നു. അതിന്റെ കാരണങ്ങൾ ശാസ്ത്രീയമായി പഠിക്കണമെന്ന ഗവർണറുടെ നിർദ്ദേശം അത് അക്ഷരം പ്രതി ശരിയാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ശാസ്ത്രീയ പഠനം, അതിന് പ്രത്യേക വിദ്യാഭ്യാസത്തിൽ ഉന്നത നിലവാരം പുലർത്തുന്നവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കമ്മിറ്റി, ഒരു സമിതി രൂപീകരിച്ചാൽ അത്രയും നല്ലതാണെന്ന് ഈ അവസരത്തിൽ പറയുന്നു. നന്ദി.